ലൈറ്റ് ഓൺ ആയടാ. എടാ ചാടിക്കോ. പണി പാടിയെന്നാ തോന്നുന്നേ. ഇനി ആ വീട്ടിൽ കയറാൻ പറ്റൂല. അവര് നമ്മളെ കണ്ടാണ്. നാട്ടുകാർ വരുന്നടാ, ഓടുവാ. എടാ ഇങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ട് പോവാ. ഒരു മിനിറ്റ്. ഉച്ചെടുക്കല് ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. എടൂ താൻ ടെൻഷനാവല്ലേ? ഞാൻ സത്യം പറയാം, ഞാനിവിടെ മോഷ്ടിക്കാൻ കയറിയതാ.
താൻ കള്ളനാണോ അപ്പോ? ആ അല്ല താൻ എന്തിനാ അപ്പൊ എന്നെ കെട്ടൊക്കെ വെച്ചിട്ടേ? അത് അത് പിന്നെ തന്നെ കെട്ടിയിട്ടേക്കണ കണ്ടപ്പോ സഹായിക്കാൻ വേണ്ടി. താൻ മോഷ്ടിക്കാൻ വന്നതല്ലേ? തനിക്ക് ആവശ്യമില്ല എന്നാ ചെടുത്തിട്ടൊന്ന് പെട്ടെന്നൊന്ന് പോവോ? താൻ ആരെ പേടിക്കണേ? തനിക്ക് എന്താ സംഭവിച്ചേ? ആരാ തന്നെ കെട്ടിയിട്ടേ? എനിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ആരും പേടിക്കുന്നുമില്ല. താൻ ദൈവത്തോർത്തോടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി. എടോ അങ്ങനെ പോവാൻ പറ്റില്ല. ഞാൻ ചേച്ചീനെ കണ്ടില്ലേ? ഒന്നാമത്തെ നാട്ടുകാരുടെ ഇടയിൽ ഞാൻ കള്ളനാ. ഇനി തനിക്ക് വല്ലതും സംഭവിച്ചാ അതും എന്റെ തലയിലിരിക്കും. എടോ ഇല്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. താൻ ഒന്ന് ഇവിടുന്ന് പോയി തന്നാൽ മാത്രം മതി. താൻ എന്താ വെച്ചാൽ ആവശ്യമുള്ള ഒന്ന് എടുത്തോ. ഒന്ന് പോയി തരൂ പ്ലീസ്. പിന്നെ രാത്രി നിങ്ങൾ ഒറ്റയ്ക്ക് ഈ കസേരയെ വന്നിരുന്ന് കയ്യും കാര്യം കെട്ടിയിരിക്കുക. നിങ്ങൾക്ക് എന്താ വട്ടാ? എടോ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. താൻ ഒന്ന് പോയി തരൂ. ഓ അപ്പൊ ചേച്ചിക്ക് ഇത് പറയാൻ പറ്റില്ല അല്ലേ? കുഴപ്പമില്ല, മുകളിലൊരുത്തൻ കിടക്കുന്നുണ്ടല്ലോ, ഞാൻ അവനോട് ചോദിച്ചോളാം. എടോ എടോ, ഞാൻ പറയാം. ആ എടോ തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം എനിക്കറിയാം. അത് എന്താന്ന് പറയാൻ പറ്റില്ലേ? ഒരു കല്യാണം കഴിച്ചതാ. ഇങ്ങനെയാ? അപ്പോ അവിടെ റൂമിൽ കിടന്നുറങ്ങണ ആള് അയാളെ എന്നെ കല്യാണം കഴിച്ച്. ഓ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയത് ഉപദ്രവം. സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞായിരുന്നു ആദ്യം തല്ല്. താൻ വരുന്ന വഴിക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാറ് കണ്ടില്ലായിരുന്നു? ആ എന്റെ വീട്ടുകാർ കൊടുത്താ അത്. ഇപ്പൊ അയാൾക്ക് അതൊന്നും പോരെന്ന് പറഞ്ഞിട്ട് അയാളുടെ തല്ല്. അപ്പോ ഇത് ലവ് മാരേജ് ആയിരുന്നു? വെൽ അറേഞ്ച്ഡ് മാരേജ്. സർക്കാർ ഉദ്യോഗം കണ്ട് വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിച്ചതാ. ഓ അവരോട് പറയായിരുന്നില്ലേ? പറയുമ്പോ സാക്ഷര കേരളോ. ഏത് വീട്ടിലാണോ ഞങ്ങൾ പെമ്പിളരെ വാക്കിന് വിലയുള്ളത്? ഇഷ്ടമല്ലെന്നോ പ്രേമുണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പൊ തുടങ്ങും തല്ലും വഴക്കും പൂട്ടിയിടലും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും. അല്ലടോ ആരും കേട്ടില്ലേ ഇത്? അല്ല തനിക്ക് പറയായിരുന്നില്ലേ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്? എല്ലാരും കേട്ടു. എല്ലാരും പറഞ്ഞു കല്യാണം കഴിഞ്ഞെല്ലാം ശരിയാവുന്നു. കല്യാണം എന്താ വല്ല മരുന്നാണോ? ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു മരുന്നിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പയ്യന് കള്ളുകൂടി കൂടുതലാ. ശരി, അവനെ പിടിച്ച് കെട്ടിക്ക്. പയ്യന് തലക്ക് സുഖമില്ല. അതൊക്കെ കല്യാണം കഴിച്ചാൽ മാറുന്നേ. വല്ല സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതും കല്യാണം കഴിച്ചാൽ മാറുന്നു. കേട്ട് മടുത്തു. അപ്പോ തൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണോ? ആദ്യത്തെ 2 ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി ചീത്ത പറച്ചിലായി, അടിയായി. അങ്ങനെ ഇയാളുടെ വീട്ടുകാരൊന്നും ഇടപെടില്ലേ? ഇയാളുടെ അച്ഛനൊരു പാവ. പുള്ളിക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടും. ഇയാളുടെ അമ്മ ആ സ്ത്രീകൾക്ക് നല്ല സപ്പോർട്ടാ. എന്തെങ്കിലും നടക്കട്ടെ എന്ന് കരുതി അച്ഛനെ കൂട്ടിയിട്ട് പെങ്ങളെ വീട്ടിൽ നിപ്പാ. ഓ എടോ അപ്പോൾ താൻ തൻ്റെ വീട്ടിൽ പറഞ്ഞില്ലേ? ആദ്യമൊക്കെ ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. ഒട്ടും വയ്യാണ്ടപ്പോൾ ഞാൻ വീട്ടിലും പറഞ്ഞു, അവരും പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇനി എന്തായാലും കുറെ നാളൊന്നും സഹിക്കേണ്ടി വരില്ല. അതെന്താ? അയാൾ എന്നെ എന്തായാലും എന്നെ കൊല്ലും. സ്വന്തം വീട്ടായിട്ട് മുന്നിൽ വെച്ചിട്ട് പോലും ഞാൻ എന്നെ തല്ലിയിട്ടുണ്ട്. അല്ല എടോ തനിക്ക് പോലീസിനോട് പറഞ്ഞൂടെ? ഗതികെട്ടപ്പോൾ ഞാൻ അതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ വക ഒരു കൗൺസിലിംഗ്. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ലതായിട്ടാണ് പോയിരുന്നേ. ഞാൻ വിചാരിച്ചു എല്ലാം ശരിയായെന്ന്. എന്നെല്ലാം പഴയതുപോലെ തന്നെയായി. ദൈവത്തിന് ഞാൻ സന്തോഷിക്കുന്ന ഇഷ്ടമല്ല തോന്നുന്നു.
അപ്പൊ ഇന്നു രാത്രി ഇങ്ങനെ കെട്ടിയിടോ? കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ രാത്രിയുടെ ആളായിരുന്നു. ഒരുപാട് സിനിമകൾ കാണും, ബുക്കുകളൊക്കെ വായിക്കും. അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മാത്രമേ ഞാൻ കിടക്കുള്ളായിരുന്നു. എനിക്ക് രാത്രി എന്ന് പറയുമ്പോഴേ പേടിയാ. രാത്രി നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ അവിടെ പേടിയില്ലേ? ഇതുവരെയായിട്ട് നിന്റെ പേടി മാറിയില്ലേ? അടങ്ങിയിരിക്കടി. വേദന അതെന്താന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. എനിക്കൊരു ലഹരിയാടി. അങ്ങനെ അടിയും തൊഴിയൊക്കെ കഴിഞ്ഞ് അവിടെ കിടക്കും. എനിക്കാണ് കരച്ചില് വരും. കരച്ചില് കേട്ടാ അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കണ്ട തുണിയല്ല അയാൾ എൻ്റെ വായി കുത്തി കയറ്റും. അയാളുടെ അണ്ടർവെയർ വരെ ഉണ്ടാവും അതില്. ഇവിടെ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാ ഈ പഠിച്ചോണ്ടിരിക്കുന്നേ. അടുത്തു എനിക്ക്. എടോ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇല്ലടോ, ഇതിൽ ഞാൻ ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല. എൻ്റെ മുന്നിൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ അയാൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. എടോ, സത്യം പറഞ്ഞാൽ എനിക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്നേ ചെയ്തായിരുന്നു. എടോ, താമസിക്കുന്ന പൊന്നാര മോളെ, നോക്കുന്നോടി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ, നീ ഇയാളെ കൈകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചോ? നീ മരിച്ചവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചു ദിവസം മാധ്യമങ്ങൾക്കൊരു ഹോട്ട് ന്യൂസ്, അത്രയേ ഉള്ളൂ. ഇത്ര എത്തുന്നവരെ നോക്കി നിന്റെ ഫാമിലി. കുറച്ചുനാൾ മകൾക്ക് നീതി കിട്ടണം എന്ന് നടക്കും. പിന്നെ ഇയാൾക്ക് ഇവിടുത്തെ സിസ്റ്റത്തെയും ജുഡീഷ്യറിയും വെച്ച് നോക്കുമ്പോൾ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. പോരാത്തിന് നല്ല ക്യാഷും കൊടുത്തൊരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ പുല്ലുപോലെ ഇയാൾ നിരപരാധിയാകും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ അവൻ അടുത്തേനെ നോക്കി പോവും. ഇവിടെ നീ ഇപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനം ചെറിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. ഇതുപോലെ ചുഴിക്കുള്ളിപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഇതൊരു മോട്ടിവേഷൻ ആവാം. അത് പക്ഷെ നീ ഇന്ന് ഇയാൾക്കെതിരെ പ്രതികരിച്ചാൽ മാത്രം. ഇത് നിന്റെ ജീവിതമാണ്, മറ്റാർക്കും വേണ്ടി ജീവിച്ച് തീർക്കരുത്. എന്താടി നോക്കുന്നേ? കണ്ണ് കഴുത്തടി. നിന്നോടല്ലടി.
ആരാന്നാടി പുല്ലേ. ഇല്ല, എനിക്ക് ജീവിക്കണം. നിന്നെപ്പോലെ ഒരു നാറിനെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോണ്ട. ഞാൻ ജീവിക്കും, ആരെയും പേടിക്കാതെ. എടാ ഓവർ ടാലന്റഡ് മോനെ, നിന്നെ പോലെയുള്ളവന്മാര് കാരണടാ എനിക്കൊന്നും എനിക്കല്ല മൊത്തത്തിൽ ആമ്പിള്ളാർക്ക് പെണ്ണ് കിട്ടാത്തത്. നിനക്കേ ഇതൊന്നും പോരാ. ഒന്ന് നോക്കിക്കേ, പെർഫെക്റ്റ്. ഇതെന്റെ വക. ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷനായി. ഗുഡ് നൈറ്റ്. ഇരുട്ടെത്ര വലുതായാലും ഒരു തരി വെളിച്ചത്തിന് അതിനെ തോൽപ്പിക്കാൻ കഴിയും. അതുപോലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ പതരാതെ നിങ്ങൾക്ക് വേണ്ടി പോരാടുക.